ഹായ്, ഈ വർഷത്തെ വായനാ ദിനത്തിനുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ചോദ്യം, ഏത് വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ജൂൺ 19 ആചരിക്കുന്നത്? 1996 ജൂൺ 19 മുതലാണ് വായനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ എന്നാണ് അതിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാരാണ്? എൻ പണിക്കർ തന്നെയാണ് ഉത്തരം. നാലാമത്തെ ചോദ്യം, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിന് അർഹനായ മലയാള എഴുത്തുകാരൻ ആരാണ്? അഖിൽ പി ധർമ്മജൻ ആണ് അതിൻ്റെ ഉത്തരം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്. ആറാമത്തെ ചോദ്യം, എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷം? ഉത്തരം 2004 ജൂൺ 19. ഏഴാമത്തെ ചോദ്യം, അഖിൽ പി ധർമ്മജൻ്റെ ഏത് കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്? റാം കെയർ ഓഫ് ആനന്ദി നോവലായിരുന്നു. എട്ടാമത്തെ ചോദ്യം, 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരത്തിന് അർഹനായ മലയാള എഴുത്തുകാരൻ ആരാണ്? ഉത്തരം ശ്യാം കൃഷ്ണൻ ആർ. അടുത്തത് 9ാമത്തെ ചോദ്യമാണ്. ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ശ്യാം കൃഷ്ണൻ്റെ ഏത് കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്? നമ്മൾ നേരത്തെ ചോദ്യത്തിൻ്റെ ബാക്കി ചോദ്യമാണ്. ആ കൃതിയുടെ പേര് മീശക്കള്ളൻ എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് ശ്യാം കൃഷ്ണന് അവാർഡ് ലഭിച്ചത്. 10ാമത്തെ ചോദ്യം, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഏറ്റവും ബേസ് ചോദ്യമാണ്. ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. 11ാമത്തെ ചോദ്യം, ജഗതിയിലെ ഉള്ളൂർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉള്ളൂർ അവാർഡിന് ഈ വർഷം അർഹനായതാരാണ്? പി ശ്രീധരൻ ഉണ്ണി. 25,000 രൂപയാണ് അതിൻ്റെ പ്രൈസ് മണി. 12ാമത്തെ ചോദ്യം, ബ്രിട്ടനിലെ ദി ഗാർഡിയൻ പത്രത്തിൻ്റെ സർവേയിൽ ലോകത്തെ ഏറ്റവും മികച്ച 100 നോവലുകളിൽ 1ാം സ്ഥാനം നേടിയത് ഏതാണ്? ഉത്തരം മിഡിൽ മാർച്ച്. മേരി ആൻ ഇവാൻസിൻ്റെ മിഡിൽ മാർച്ച് എന്നുള്ള നോവലിനാണ് അവാർഡ് ലഭിച്ചത്. 13ാമത്തെ ചോദ്യം, മേരി ആൻ ഇവാൻസ് എന്നത് ആരുടെ തൂലികാനാമമാണ്? 12ാമത്തെ ചോദ്യത്തിൻ്റെ ബാക്കിയാണ്. ഉത്തരം ജോർജ് എലിയറ്റ് എന്ന് പറയുന്ന സാഹിത്യകാരൻ്റെ തൂലികാനാമമാണ് മേരി ആൻ ഇവാൻസ് എന്ന് പറയുന്നത്. അടുത്തത് 14ാമത്തെ ചോദ്യം, മികച്ച 100 നോവലുകളിൽ 32ാം സ്ഥാനം കിട്ടിയ ഇന്ത്യൻ നോവൽ ഏതാണ്? ഉത്തരം ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അരുന്ധതി റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശസ്തമായ പുസ്തകമാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ആ ബുക്കിനാണ് 100 നോവലുകളിൽ 32ാം സ്ഥാനം നേടിയ ഇന്ത്യൻ നോവൽ എന്ന് പറയുന്നത്. 15ാമത്തെ ചോദ്യം, മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ്? ഉത്തരം നമ്മൾ മലയാളിയാണെന്ന് കരുതും, പക്ഷെ ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറയുന്ന യൂറോപ്യക്കാരനാണ് മലയാള അച്ചടിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. 16ാമത്തെ ചോദ്യം, കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. 17ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏതാണ്? ഉത്തരം വിദ്യാവിനോദിനി. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക. ഉത്തരം വിദ്യാവിനോദിനി. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണത്. 18ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യ സന്ദേശ കാവ്യം ഏതാണ്? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. ഉത്തരം ഉണ്ണുനീലി സന്ദേശം. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം, പൃഥ്വിരാജ് നായകനായെത്തിയ വിലായത്ത് ബുദ്ധ എന്ന സിനിമ ഏത് എഴുത്തുകാരൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ അടുത്തിറങ്ങിയ സിനിമയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള സിനിമയാണ്. ആ സിനിമ ഏത് എഴുത്തുകാരൻ്റെ പുസ്തകവുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം GR ഇന്ദുഗോപൻ. ആ ബുക്കിൻ്റെ പേരും വിലായത്ത് ബുദ്ധ എന്ന് തന്നെയാണ്. 20ാമത്തെ ചോദ്യം, ആത്രേയകം എന്ന നോവലിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം R രാജശ്രീ. നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം വായിച്ച പുസ്തകങ്ങളിൽ ഏറ്റവും എടുത്തു പറഞ്ഞ പുസ്തകമാണ് ആത്രേയം. ഉത്തരം R രാജശ്രീ. 20, M മുകുന്ദൻ്റെ പ്രവാസം എന്ന നോവലിൽ കേന്ദ്ര കഥാപാത്രമായി വരുന്ന മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം SK പൊറ്റക്കാട്. 21ാമത്തെ ചോദ്യം, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്നത് ആരുടെ വാക്കുകളാണ്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 22ാമത്തെ ചോദ്യം, പെണ്ണെഴുത്ത് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം K സച്ചിദാനന്ദൻ. 23ാമത്തെ ചോദ്യം, TD രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന പുസ്തകത്തിൻ്റെ 2ാം ഭാഗത്തിൻ്റെ പേരെന്താണ്? ഉത്തരം കോരപ്പാപ്പന് സ്തുതിയായിരിക്കട്ടെ. 24ാമത്തെ ചോദ്യം, നളചരിതം ആട്ടകഥ രചിച്ചത് ആര്? ഉണ്ണായി വാര്യർ. ഉത്തരം ഉണ്ണായി വാര്യർ. 25ാമത്തെ ചോദ്യം, അവസാന ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയുടെ പേരെന്ത്? വാസന വികൃതി. താങ്ക് യു.